I am Ennemcien. Welcome to Quantum Mechanics, posting 26. Okay, ഏൺ ഫസ്റ്റ് തിയറം ഒക്കെ ഒന്ന് കാണണം, കൂടുതൽ പ്രോബ്ലമൊക്കെ ചെയ്യണം. അതിനു വേണ്ടി ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ, പ്രോബബിലിറ്റി, ഇതിനെപ്പറ്റി ഒരു ധാരണ വേണം. ഇപ്പോൾ ഒരു കോയിൻ ഉണ്ടെന്നിരിക്കട്ടെ. ആ കോയിനിൻ്റെ ഒരു സൈഡിൽ അല്പം ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെയിറ്റ് അല്പം, ഒരു ഫേസ്, ഹെഡ്, ടെയിൽ. അപ്പോൾ ഒരു ഫേസിൽ അല്പം വെയിറ്റ് കൂട്ടി വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ ടെയിൽ, അതെവിടെ ലോഡ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ച് ഇപ്പോൾ ടെയിൽ അപ്പിയർ ചെയ്ത് ടോസ് ചെയ്യുമ്പോൾ ടെയിൽ അപ്പിയർ ചെയ്യുന്നതിൻ്റെ ഡബിൾ, ട്വൈസ് ചാൻസ് ഉണ്ട് ഹെഡ് അപ്പിയർ ചെയ്യാൻ എന്നിരിക്കട്ടെ. ഒന്ന് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ലോഡ് ഏത് ഭാഗമാണ് അവിടെ നിന്ന് താഴ്വശത്ത് വന്ന് രീതിയിലേ വീഴാൻ സാധ്യത കൂടുതൽ. അപ്പം ടെയില് മുകളിൽ വരാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ നമ്മളെപ്പോൾ ടോസ് ചെയ്താലും അങ്ങനെ തന്നെ സംഭവിക്കില്ലല്ലോ. പല പ്രശ്നങ്ങളുണ്ടാവാം. ഇവിടെ ടോസ് ചെയ്യുമ്പം കൊടുക്കുന്ന ആ പുഷ്, ഇതെത്ര പ്രാവശ്യം കറങ്ങാനുള്ള സാധ്യത ഉണ്ട്, എത്ര ഹൈറ്റിൽ പോകുമ്പോൾ എത്ര തവണ ഇത് കറങ്ങാനുമൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അതുപോലുള്ള മറ്റ് ഫിസിക്കൽ കണ്ടീഷൻസിനൊക്കെ അനുസരിച്ചാണ് ടെയിൽ ഉണ്ട്. പിന്നെ ഈ വെയിറ്റ്, ലോഡ് ഇവിടെ ഒരു പ്രധാന ഘടകം. അപ്പോൾ ഒരു ടെയിൽ മുകളിൽ വരാനുള്ള സാധ്യതയുടെ ഡബിൾ, പ്രോബബിലിറ്റിയുടെ ഡബിളാണ് ഹെഡ് മുകളിൽ വരാനുള്ളതിൻ്റെ സാധ്യത ടെയിൽ മുകളിൽ വരാനുള്ള സാധ്യതയുടെ ഡബിളാണെന്നിരിക്കട്ടെ. ആ രീതിയിൽ നമ്മൾ ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന ആകെ 12 ടോസ് ചെയ്താൽ, അല്ല 15 ടോസ് ചെയ്താൽ 5 പ്രാവശ്യം ടെയിൽ മുകളിൽ വരികയും ബാക്കി 10 പ്രാവശ്യം ഹെഡ് തന്നെ മുകളിൽ വരികയും ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻറ്റാണ്. ഈ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഈ ടെയിൽ മുകളിൽ വരുന്നു, ഹെഡ് മുകളിൽ വരുന്നു എന്നൊക്കെ വിളിച്ച് പറയുന്നതിന് പകരം ഫിസിക്സിൽ നമ്മൾ ചില നമ്പർ ഫിക്സ് ചെയ്യും. ടെയിലിന് 1 എന്ന നമ്പർ കൊടുക്കുക, x=1. ഹെഡ് മുകളിൽ വരുന്നതിന് നമ്മൾ x=2 എന്ന് നമ്പർ അലോട്ട് ചെയ്യുന്നു. അതിൽ നമ്മളാകെ n ടോസസ് നടത്തി, n പ്രാവശ്യം ഇത് ടോസ് ചെയ്തു എങ്കിൽ അതിൽ n1 പ്രാവശ്യം ടെയിലാണ് അപ്പിയർ ചെയ്തത്, മുകളിൽ വന്നത്. n2 പ്രാവശ്യം ഹെഡാണ് മുകളിൽ വന്നത്. എങ്കിൽ ആവറേജ് ഒക്കറൻസ് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നോക്കി, ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ റിസൾട്ടാണ്. ടെയിൽ മുകളിൽ വരുന്ന റിസൾട്ടിന് നമ്മൾ x=1 നമ്മൾ കൊടുക്കും. ഹെഡ് മുകളിൽ വരുന്ന റിസൾട്ടിന് x=2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ n1 ടൈംസ് ടെയിൽ മുകളിൽ വന്നു, n2 ടൈംസ് ഹെഡ് മുകളിൽ വന്നു. എങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് എക്സ് എത്ര? വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇതല്ലേ എൻ്റെ ഫോർമുല. ടെയിൽ n1 പ്രാവശ്യം വന്നു, അപ്പോൾ 1 × n1 പ്ലസ് 2 × n2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടോസ് n1 പ്ലസ് n2. ഇനി നമ്മൾ ആവറേജ്
എക്സ് എന്ന് വിളിക്കുക. ഇതൊന്നിനടുത്താണെങ്കിൽ അതിൻ്റെ അർത്ഥം ടെയിൽ മുകളിൽ വന്നതാണ് സാധ്യത കൂടുതലുണ്ടായിട്ടുള്ളത്. അതിന് 2-നടുത്താണെങ്കിൽ ഹെഡാണ് കൂടുതൽ പ്രാവശ്യം മുകളിൽ വന്നിട്ടുള്ളത് എന്നാൽ ആ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് എക്സ് ഇങ്ങനെയാണല്ലോ കാണുന്നത്, 1 × n1 + 2 × n2 / n1 + n2. ഇതിലിപ്പോൾ ആകെ 9 ടോസ് നടത്തി. അതിൽ 4 പ്രാവശ്യം ടെയിൽ മുകളിൽ വന്നു, 5 പ്രാവശ്യം ഹെഡാ മുകളിൽ വന്നേ. അപ്പോൾ ഈ എക്സ് ബാർ എത്ര? 1 × 4 + 2 × 5 / 4 + 5 9. That is of the order of 1.55. ഇതേ സ്ഥാനത്ത് നമ്മൾ 50 ടോസസ് നടത്തി. അതിൽ 20 പ്രാവശ്യം ടെയിൽ മുകളിൽ വന്നു, 30 പ്രാവശ്യം ഹെഡ് മുകളിൽ വന്നു. എങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 × 20 + 2 × 30 / 50. That is 1.6. ഇതിൽ ഈ നമ്പർ ഓഫ് ടോസസ് കൂടുമ്പോൾ ഈ ആവറേജ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. 2-നോട് അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതേ ഫോർമുല തന്നെ ഇങ്ങനെ എഴുതാം. 1 × n1 + 2 × n2 / n1 + n2 എന്നുള്ളത് സിഗ്മ xi ni / സിഗ്മ ni. ഇതാണ് ആവറേജ് വാല്യൂ ഓഫ് എക്സ്. അത് നമ്മൾ നടത്തുന്ന ഇത് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടായി പറയുന്നത്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ടോസ് ചെയ്യുക എന്നുള്ള എക്സ്പെരിമെൻറ്റ് നടത്തി അതിൻ്റെ റിസൾട്ടായി പറയുന്നത്. ആ റിസൾട്ടിൻ്റെ ആവറേജ് വാല്യൂ ആണ് ഈ പറഞ്ഞത്. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ പ്രെഡിക്റ്റ് ചെയ്യാം പ്രോബബിലിറ്റി വെച്ച്. ഇവിടെ ടോസ് ചെയ്യുമ്പോൾ ടെയിൽ മുകളിൽ വരാനുള്ള സാധ്യത 3-1. 2 1 3. ടെയിലും ഹെഡും കൂടെ കൂട്ടിയാൽ ടെയിൽ മുകളിൽ വരാനുള്ള സാധ്യത 3-1 ആണെങ്കിൽ ഹെഡ് വരാനുള്ള സാധ്യത 3-2. എങ്കിൽ ഇതേ ഫോർമുല ഇതിന് പകരം നമ്മൾ ആ പ്രോബബിലിറ്റി വെച്ച് ഒരു ഫോർമുല എടുക്കാമല്ലോ. 1 × 1/3 ടെയിൽ മുകളിൽ വരുന്നതാണ് 1. അതിൻ്റെ പ്രോബബിലിറ്റി 1/3 + 2 × 2/3 / പ്രോബബിലിറ്റി സം 1/3 + 2/3. ഇത് 1. 3-1 3-2. അതാണ് പ്രോബബിലിറ്റീസ്. ടെയിൽ മുകളിൽ വരാനും ഹെഡും ആ രീതിയിൽ നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന ആ കോയിനെ. അപ്പോൾ ഇവിടെ ഈ 2 പ്രോബബിലിറ്റിയും കൂടെ കൂട്ടിയാൽ 1 കിട്ടുന്നത്. അങ്ങനെ പ്രോബബിലിറ്റി ടോട്ടൽ പ്രോബബിലിറ്റി 1 വരുന്നതിന് പ്രോബബിലിറ്റി നോർമലൈസ്ഡ് ആണെന്ന് പറയും. ഇത് തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രൽ i * i dx = 1 എന്ന് എഴുതുന്നത്. അപ്പോൾ ഈ പ്രോബബിലിറ്റി നോർമലൈസ്ഡ് ആണെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് 1 എന്നതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് മാക്സിമം. ഇവിടെ ഇതിൻ്റെ ആൻസർ അപ്പം ചുരുക്കത്തിൽ ഡിനോമിനേറ്റർ 1 പോയിട്ട് 1 × 1/3 + 2 × 2/3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5/3. ഇതാണ് പ്രോബബിലിറ്റി വെച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ് വാല്യൂ. ഇത് തിയറിറ്റിക്കൽ കാൽക്കുലേഷനിൽ കൂടെ നമ്മൾ ഈ പ്രോബബിലിറ്റി വെച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആവറേജ് വാല്യൂ. ദാറ്റ് ഈസ് 5/3. ദാറ്റ് ഈസ് അബൌട്ട് 1.66 1.67 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആവറേജ് എടുത്തപ്പോൾ നേരത്തെ എടുത്ത ആവറേജ് എക്സ്പെരിമെൻറ്റ് നടത്തി എടുത്ത ആവറേജ് ടോസിൻ്റെ എണ്ണം 9 ആയിരുന്നപ്പോൾ 1.55. ടോസിൻ്റെ എണ്ണം 50 ആയപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ പ്രോബബിലിറ്റി
ആവറേജ് വാല്യൂ 1.6 കിട്ടി. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതെന്തിനോട് അടുക്കുക? എക്സ്പെക്റ്റേഷൻ വാല്യൂവിനോട് അടുക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ദാറ്റ് ഈസ് an average value that is calculated using probability of the events. പ്രോബബിലിറ്റി കോൺസെപ്റ്റ് ഉപയോഗിച്ച് ആ കാണുന്ന ആവറേജിനെയാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് ദി ആവറേജ് ഓഫ് an observable calculated using probability. അതാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി എക്സ്പെക്റ്റ്. അതാണ് നല്ല റിസൾട്ട്. മറ്റേ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ടിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത്, ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഇത് രണ്ടും ഈക്വൽ ആകണമെങ്കിൽ നോക്കിയേ, ആ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് ആവറേജ് ടെൻസ് ടു ദി എക്സ്പെക്റ്റേഷൻ വാല്യൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്. അതിപ്പോൾ ഇപ്പോൾ ഈ എക്സാമ്പിളിൽ കണ്ടല്ലോ, 1.55 ആയിരുന്നു ടോട്ടൽ ടോസ് 9 ആയപ്പോൾ. അത് 20 ആയപ്പോൾ 1.6 ആയി. വീണ്ടും കൂടിക്കഴിഞ്ഞാൽ ഇത് 1.6ലും കൂടും. ഇത് ഇറ്റ് ഈസ് അപ്രോച്ചിങ് 1.67. അപ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ വെച്ച് നമുക്ക് തിയറി അങ്ങോട്ട് നീക്കാനൊക്കുള്ളൂ ഓഫ് എവരി ഒബ്സർവബിൾ. ഇതിൽ അപ്പോൾ നമുക്ക് ഈ എക്സ്പെക്റ്റേഷൻ, അപ്പോൾ ചുരുക്കത്തെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈസ് ദി ആവറേജ് വാല്യൂ കാൽക്കുലേറ്റഡ് യൂസിങ് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്. That is the definition of expectation value. It is expressed in the form. Here ഇപ്പോൾ ഈ കോയിൻ്റെ കേസിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല വെച്ചാണെങ്കിൽ 1 × 1/3 പ്ലസ് 2 × 2/3 the whole divided by total probability 1/3 പ്ലസ് 2/3. അതിപ്പോൾ 5/3 എന്നാണ് കിട്ടിയത്. ഇത് ജനറലായിട്ട് പറയുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഇതാ സിമ്പൽ ഈക്വൽസ് സിഗ്മ xi pi. pi is the probability of a particular event divided by sigma pi. അവിടെ പെർഫോം ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ എണ്ണം അല്ല എടുക്കുന്നത്, പ്രോബബിലിറ്റിയാണ് എടുക്കുന്നത്. ഇതിൽ പ്രോബബിലിറ്റി നോർമലൈസ്ഡ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ കോയിനിൽ 2 സാധ്യതയുള്ളൂ. ഒന്ന് ടെയിൽ മുകളിൽ വരിക, അല്ലെ ഹെഡ് മുകളിൽ വരിക. അല്ലെ ഇത് വെർട്ടിക്കലായിട്ട് കുത്തി എഡ്ജിൽ കുത്തി നിൽക്കുന്നതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നോർമലൈസ്ഡാണ്. അപ്പോൾ അവിടെ പ്രോബബിലിറ്റി 1/3 2/3 അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1. വേറെ എന്തെങ്കിലും സാധ്യതയിൽ ഈ കോയിൽ നിൽക്കാനും നിന്ന് തുള്ളാനും ഒക്കെ സാധ്യതയുണ്ടോ എന്നുള്ളതൊന്നും നമ്മളവിടെ എടുക്കുന്നില്ല. ആകെപ്പാടെ ടെയിൽ മുകളിൽ വരിക, അല്ലെ ഹെഡ് മുകളിൽ വരിക. അപ്പോൾ ആ കേസിൽ ടോട്ടൽ പ്രോബബിലിറ്റി 1/3 പ്ലസ് 2/3 ഈസ് 1. ദറ്റ് ഈസ് നോർമലൈസ്ഡ്. അപ്പോൾ ഈ ഫോർമുലയിൽ നോർമലൈസ്ഡ് ആണ് പ്രോബബിലിറ്റി എങ്കിൽ ഡിനോമിനേറ്റർ നമുക്ക് 1 വരും. ഇപ്പോൾ കണ്ട പോലെ. അങ്ങനെയെങ്കിൽ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് ഈസ് സിഗ്മ xi pi. ഇതിപ്പോൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ എക്സാമ്പിൾ എടുത്തത് 1 2. നേരെ മറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്നൊരു വെൽ ബിഹേവ്ഡ് ഫങ്ഷൻ്റെ കേസിൽ നമ്മൾ ഈ സിഗ്മയ്ക്ക് പകരം വി വിൽ മേക്ക് യൂസ് ഓഫ് ഇൻറ്റഗ്രേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റികൾ കൂട്ടാനാണെന്നല്ലോ ഇൻറ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻ ആകുമ്പോൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ഫങ്ഷൻ that represents an observable is defined as സിഗ്മ മാറ്റി ഇൻ്റഗ്രലാക്കണം. ഇൻ്റഗ്രൽ ജനറലായിട്ട് പറയുമ്പോൾ -∞ to +∞ ഓഫ് എഫ് ഓഫ് എക്സ് പി എക്സ് ഡി എക്സ്. ദിസ് ഈസ് ദി പ്രോബബിലിറ്റി ഫങ്ഷൻ
ഇതിൽ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പോസ്റ്റ്ലേറ്റ് അനുസരിച്ച്, മാക്സ് ബോണിൻ്റെ പോസ്റ്റ്ലേറ്റ് അനുസരിച്ച് ഒരു പോസ്റ്റ്ലേറ്റ് ഇതാണല്ലോ: ഇൻറ്റഗ്രൽ -∞ to +∞ ഓഫ് psi star psi dx that represents 1, and that represents the total probability, and that probability is normalized. അതുകൊണ്ട് അത് 1 എന്ന് എടുക്കുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ psi star psi എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി, യൂണിറ്റ് സ്പേസിൽ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയെങ്കിൽ ഡി എക്സ് ആണ്, ദാറ്റ് ഇൻറ്റു ഡി എക്സ്. പ്രപഞ്ചം മുഴുവൻ കാണാനാണ് -∞ to +∞ ഇട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണല്ലോ സംഭവം. അപ്പോൾ ഈ psi star psi എന്ന് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പി എക്സിൻ്റെ സ്ഥാനത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ psi star psi അവിടെ തള്ളിക്കയറ്റാം. ഇതിൽ psi star fx ഇൻറ്റു psi star psi dx ഇൻ്റഗ്രൽ -∞ to +∞. ഈ ഫോർമുലയായി ഇതല്ല, ഈ ഫോർമുല തന്നെയായി വന്നിരിക്കുന്നത്. ഇതാണ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ്. ഇതിൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ അഡ്വാൻസ്ഡ് ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഈസ് കസ്റ്റമറി ടു യൂസ്. അത് അനുഭവത്തിൽ നിന്ന് കണ്ടതും കാൽക്കുലേഷൻ്റെ സൗകര്യത്തിൽ നിന്ന് നമുക്ക് ഉണ്ടായ സൗകര്യം ഉപയോഗിച്ചും എററ് കൂടാതെയും പലതരം രീതിയിലുള്ള ഫങ്ഷനും പ്രോബ്ലവും സോൾവ് ചെയ്യുമ്പോഴൊക്കെ അതെല്ലാം കൂടെ പരിഗണിച്ചിട്ട് നമ്മൾ ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കും. എഫ് ഓഫ് എക്സിന് പകരം അതിൻ്റെ ഓപ്പറേറ്റർ എടുക്കും. എന്നിട്ട് ദാറ്റ് വിൽ ബി സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ psi star ആൻഡ് psi. അത് ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ വേണ്ടി വരുന്നത് കൊണ്ട് ഇപ്പം മുതലേ അത് അങ്ങ് പറയുന്നു എന്നുള്ളൂ, നമ്മളങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ probability expectation value of the observable or of the function fx is integral -∞ to +∞ of psi star fx psi dx. യൂഷ്വലി ഈ എഫ് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നത് ആ എഫ് എക്സിൻ്റെ ഓപ്പറേറ്ററാണ്. ഇനി ഇത് അതെ, ഡിനോമിനേറ്റർ നോർമലൈസ്ഡ് ആകുമ്പോൾ ഡിനോമിനേറ്റർ ഇൻ്റഗ്രൽ psi star psi dx എന്നുണ്ട്, ദറ്റ് ഈസ് 1. അപ്പോൾ പിന്നെ ഡിനോമിനേറ്റർ എഴുതേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഈ കോയിനിൻ്റെ കേസിൽ തന്നെ നമ്മൾ കണ്ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ 5/3 ആണ് കണ്ടു. എക്സ് ബാർ സ്ക്വയർ അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ 25/9 ആണല്ലോ. പക്ഷേ എക്സ് സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുത്താൽ 1 square into 1/3 എക്സ് സ്ക്വയർ പ്ലസ് 2 square into 2/3 ഡിവൈഡഡ് ബൈ 1 വരില്ല, 1/3 പ്ലസ് 2/3. ഇതിൻ്റെ ആൻസർ എത്ര? 3 എന്ന് വരും. അതായത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം സ്ക്വയർ ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇത് ഡിഫറൻ്റാണ്, അതല്ലാത്ത കേസ് നമ്മൾ കണ്ടു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സ്ക്വയർ ഓഫ് എക്സ്പെക്റ്റേഷൻ, അതിനെ നമ്മൾ ഷേപ്പ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അത് എത്രയും കുറഞ്ഞിരിക്കുന്നു അത്രയും ഷാർപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, ഇത് വലുതാണെങ്കിൽ സ്പ്രെഡ് കൂടുതലാണെന്ന് പറയും ഡിസ്ട്രിബ്യൂഷന്, നമുക്ക് അൺസർട്ടൻറ്റി കൂടും അവിടെ. ഇതിൽ ഒരു സംഗതിക്ക് മാത്രം, ഇപ്പോൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഹാസ് no spread is one for which probability of a certain value is 1. ഒരു വാല്യൂവിന് മാത്രം പ്രോബബിലിറ്റി 1 ആകുകയും ബാക്കി എല്ലാത്തിനും 0 ആകുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ സ്പ്രെഡ് ഇല്ല എന്നങ്ങ് പറയാം. സ്പ്രെഡ് ഇല്ല,
അൺസർട്ടൻറ്റി ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിൽ ഒരു ചെറിയ അപ്പോൾ അങ്ങനെ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നതിന് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ അതിന് P1 ആണെന്നിരിക്കട്ടെ, പ്രോബബിലിറ്റി 1 ആണ്. അങ്ങനെയെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് തന്നെ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന എക്സ് സ്ക്വയർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഇല്ല ഇവിടെ ഇപ്പോൾ. അപ്പോൾ എക്സ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽസ് സ്ക്വയർ ഓഫ് എക്സ്പെക്റ്റേഷൻ. ഇതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ. ഇങ്ങനെ വരുന്ന ഫങ്ഷൻസാണ് ഒബ്സർവബിളാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ സാധാരണ കൈകാര്യം ചെയ്യുന്നത്. അല്ലാത്ത കേസ് വരും. ദാറ്റ് വി വിൽ സി. ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ ഞാൻ തരും. ഇപ്പോൾ ഇനി ആ ഓപ്പറേറ്റർ വെച്ചിപ്പോൾ മൊമെൻ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ -∞ to +∞ ഓഫ് സൈ സ്റ്റാർ മൊമെൻ്റത്തിന് വരേണ്ട ഓപ്പറേറ്റർ -IH∂x psi dx. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ -∞ to +∞ ഓഫ് സൈ സ്റ്റാർ എനർജിയുടെ IH∂t psi dx. ഇതാ ഷ്രോഡിംഗർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷനകത്ത് എനർജി ഓപ്പറേറ്റർ ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരെണ്ണം എടുക്കുക, എനർജിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ. ഈ എനർജി ഓപ്പറേറ്റർ ഈ ഫോമിൽ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, ഈ ഫോമിൽ വരും. അതല്ല എങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇട്ട് കൊടുത്താൽ മതി. സൈ സ്റ്റാർ എച്ച് സൈ ഡി എക്സ്. ഇത് വെച്ചുകൊണ്ട് വേണം ഏൺഫസ്റ്റ് തിയറം സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ഒക്കെ പഠിക്കാനുള്ള. എക്സ്പെക്റ്റേഷൻ വാല്യൂ അതുപോലെ ഇതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങളൊക്കെ വരും, കൊച്ചു കൊച്ചു പ്രോബ്ലമൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പ്രൂവ് ദാറ്റ് അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് Δx സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സ്ക്വയർ ഓഫ് എക്സ്പെക്റ്റേഷൻ അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ. നമുക്കറിയാം അൺസർട്ടൻറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ മെഷേർഡ് വാല്യൂ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ ഈ അൺസർട്ടൻറ്റി എന്ന് പറയുന്നത്. അപ്പോൾ Δx സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്, ഇത് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് അൺസർട്ടൻറ്റി എന്ന് പറയുന്നത്. ഇത് സാധാരണ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ് ഇസ് a minus b the whole square x square minus 2x expectation x plus expectation x the whole square within this expectation. പക്ഷേ നമ്മൾ മുമ്പേ കണ്ടു probability of x is normalized, expectation of x is x and that of x square is x square expectation. ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം -2 എക്സിൻ്റെ സ്ഥാനത്ത് എക്സ്പെക്റ്റേഷൻ എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ എക്സ് മൈനസ് പ്ലസ് എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ. ഇത് രണ്ടും കൂടെ ചേർന്നാൽ -2x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ -x സ്ക്വയർ. ചുരുക്കത്തിൽ Δx ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് സ്ക്വയർ ഓഫ് എക്സ്പെക്റ്റേഷൻ. ദാറ്റ്സ് ഓൾ. ഇത് നമുക്ക് ഉപയോഗിക്കണം. നമ്മളിനി ചോദ്യമായിട്ട് കാണും ഈ ഇൻഫൈനൈറ്റ് സ്ക്വയർ വേലിൻ്റെയും ഓരോ ഇതിൻ്റെയൊക്കെ കേസ്
കാണും. അതിനകത്ത് ഈ എക്സ്പെക്റ്റേഷൻ വെച്ച് ചോദ്യങ്ങളുണ്ട്, അന്നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതറിഞ്ഞിട്ട് വേണം ഏൺ ഫസ്റ്റ് തിയറവും ഒക്കെ ചർച്ച ചെയ്യാനും ക്വസ്റ്റ്യൻസിലോട്ട് കൂടുതൽ കയറാൻ. താങ്ക് യു.